കിൽ എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പടം പൊളിച്ചിട്ട് നല്ല മാസ് പടം. ആകെ 1 മണിക്കൂർ 45 മിനിറ്റ് ഉള്ളൂ. ആ ഒരു റൺ ടൈം നമ്മൾ അതിലെ ഗ്രിപ്പിംഗ് ആക്ഷൻ സീക്വൻസ് കണ്ടിങ്ങനെ മുഴുകിയിരിക്കും. നമ്മൾ എപ്പോഴും കാണുന്ന നോർമൽ ആക്ഷൻ സീക്വൻസ് ഒന്നും അല്ല, നല്ല മാർഷൽ ആർട്ട് സ്റ്റൈലിൽ ബ്രൂട്ടൽ സംഭവം. ബ്രൂട്ടൽ എന്ന് വെച്ചാൽ കൊടു ബ്രൂട്ടൽ ഏറേറ്റഡ് സിനിമയാണ്. അത് മസ്റ്റാണ്. അത്രയും ബ്ലഡ് ഷെഡ് ആണ് ഈ സിനിമയുടെ അകത്ത്. വലിയ കഥയൊന്നുമില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ബാൻഡിറ്റ്സ് ഒരു ട്രെയിൻ കീഴടക്കാനാണ്. പക്ഷെ എക്സിക്യൂട്ടീവ് വെച്ചിരിക്കുന്ന രീതി, നിഖിൽ നാഗേഷ് ഭട്ടാണ് ഡയറക്ടർ. ആളുടെ ഫിൽമോഗ്രഫി എല്ലാം നോക്കി അതിലാകെ ഞാൻ കണ്ട ഒറ്റ സിനിമ അപൂർവയാണ്, താരസുത്താരയുടെ. ആ ഒരു ഫിലിമായിട്ട് കമ്പയർ ആണെങ്കിൽ പോലും ഈ സിനിമ വേറെ ലെവൽ തന്നെയാണ്. നറേഷനും എക്സിക്യൂഷൻ മാത്രമല്ല, ഇതിൽ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്, സിനിമാറ്റോഗ്രഫി കലക്കി, ഈച്ച് ആൻഡ് എവറി സീൻസ് ഭയങ്കര ഇന്റൻസ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിരിക്കണം. മ്യൂസിക് കലക്കി, വിഷ്വൽ എഫക്ട്സ്, എഡിറ്റിംഗ്, മാൻ ഓഫ് ദ മൂവി ഇതിലെ ആക്ഷൻ കോറിയോഗ്രഫിയാണ് സൂപ്പർബായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ഇതിലെ ഡെബ്യൂ ആക്ടർ ലക്ഷ്യ, ആക്ഷൻ സീക്വൻസിലെ ആക്ടർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്യയുടെ കൂടെ തന്നെ അതിലെ വില്ലൻ വേഷം അഭിനയിച്ച രാഘവ് ജൂയാൽ നല്ല കട്ടയ്ക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലക്ഷ്യയുടെ ലവ് ഇൻട്രസ്റ്റ് ആയ താനിയ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായി. പിന്നെ ലക്ഷ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് അഭിനയിച്ച അഭിഷേക് ചൗഹാൻ ഭയങ്കര നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ട്. വേറെയും കുറേ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ നന്നായിരുന്നു. ഇതൊരു ബോളിവുഡ് മൂവിയാണെന്ന് പറയാൻ ഇതിലാകെ ആദ്യത്തെ 10 മിനിറ്റുള്ള ആ റൊമാൻറ്റിക് പോർഷൻസ് അത് ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പടത്തിനെ പിടിച്ചു കിട്ടില്ല. ധർമ്മ പ്രൊഡക്ഷൻസ് ഒന്ന് കളി മാറ്റി പിടിച്ച ഒരു അവസ്ഥയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. കില്ല് എന്ന സിനിമേനെ നമുക്ക് വേണമെങ്കിൽ ബ്രാഡ് പിറ്റിന്റെ ബുള്ളറ്റ് ട്രെയിൻ എന്ന സിനിമയുണ്ട്, അതൊക്കെ ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അത് ഒരു ക്ലൂ ആണ് എന്താണ് ഈ സിനിമ എന്ന്. പക്ഷെ ബുള്ളറ്റ് ട്രെയിൻ പോലെ അത്രയും ഇല്ലോജിക്കൽ സിനിമയൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലോജിക്കുള്ള സിനിമ. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ജോൺ വിക്ക് എന്ന ക്യാരക്ടറിനെ ഒരു ട്രെയിനിന്റെ അകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ബാൻഡേഴ്സിനോട് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. അതാണ് ഈ സിനിമ. വേറൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഗ്യം ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ആ മെയിൻ ക്യാരക്ടറിനെ ഇന്ത്യൻ ഫ്ലാഗ് കൊണ്ട് വെച്ച് നടത്തിച്ചില്ല. സിദ്ധാർത്ഥാനന്ദ് അല്ലെങ്കിൽ യോധയുടെ ഡയറക്ടർ ആണെങ്കിൽ എന്തായാലും ക്ലൈമാക്സ് അങ്ങനെ ആക്കിയിരുത്തേനെ, നശിപ്പിച്ചേനെ. ഏതായാലും നല്ലൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. നെഗറ്റീവ്സ് ആയിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. ആക്ഷൻ ലവേഴ്സ് മസ്റ്റായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. ഒരു 80% സീക്വൻസ് ഇതിൽ ആക്ഷൻ മാത്രമല്ല, അതും ട്രെയിനിന്റെ അകത്ത്. ആ സിനിമയെ ടാഗ്ലൈൻ പോലെ തന്നെ മോസ്റ്റ് വയലന്റ് ഇന്ത്യൻ മൂവി ടിൽ ഡേറ്റ്. ആൻഡ് ഫെയിൻ ഹാർട്ടഡ് ആൾക്കാർ വേണമെങ്കിൽ മാറി നിൽക്കാം, പക്ഷെ എന്നാലും അവർ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും.